സോ ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് 50-ഡേ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. JEE സീസൺ ഫസ്റ്റിലെ, അതായത് സെഷൻ 1-ലെ ഈ ചാപ്റ്ററിൽ നിന്നും 3-4 ക്വസ്റ്റ്യൻസാണ് ടോട്ടലി വന്നിട്ടുള്ളൂ. അതായത് വെരി ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് അല്ല, പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പോലെ തന്നെ ഈ തെർമൽ പ്രോപ്പർട്ടീസും പിന്നെ അതേപോലെ തന്നെ സോളിഡ്സിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ലിക്വിഡ്സിൻ്റെയും ഒക്കെ ചാപ്റ്ററുകൾ കുറച്ചുകൂടെ ഈസി സ്കോറിങ് ആയിരിക്കും. കാരണം കുറഞ്ഞധികം കണ്ടന്റുകളെ അതിലുള്ളൂ നമുക്ക് പഠിക്കാൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ആദ്യം നമ്മൾ ഒരു ബ്രീഫായിട്ട് ചാപ്റ്ററിനെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ഓടിച്ചു നോക്കും. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ അതേപോലെ തന്നെ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിവേ ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഇവിടെ ആദ്യം ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൺവേർഷൻസ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്നതിൽ 3-4 ടൈപ്പോ സ്കെയിലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി പഠിച്ചു വെച്ചിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫാരൻഹീറ്റ്, കെൽവിന്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, പഠിച്ചു വെച്ചിട്ടുണ്ടാകും. സോ ഗൈസ്, അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ, മേ ബി ഫോർ എക്സാമ്പിൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കെൽവിനിൽ 273 ആണെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും കെൽവിനുമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം, അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെൽഷ്യസിനെയും കെൽവിനെയും ഫാരൻഹീറ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ ബേസിക്കലി നമ്മൾ എടുക്കുന്നത് സ്റ്റീം പോയിന്റും ഐസ് പോയിന്റും തമ്മിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹീറ്റ് ആണ്. അപ്പോൾ ഐസ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് ഒരു സോളിഡ്, ഒരു ഖരാവസ്ഥയിലാണുള്ളത്. ഇനി അത് ടെമ്പറേച്ചർ അച്ചീവ് ചെയ്ത് സ്റ്റീം പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വാട്ടറിൻ്റെതാണെങ്കിൽ നമ്മൾ പറയും 100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റേറ്റ് മാറാൻ തുടങ്ങി, വിച്ച് മീൻസ് നമുക്ക് ഫിസിക്കലി അത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. അല്ലാണ്ട് ഈ ഇക്വേഷൻ മാത്രം ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വളരെ ചാൻസ് കുറവായിരിക്കും. എങ്ങനെ ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസും നോക്കാം. നിങ്ങളെ വാട്ടർ ഡിഗ്രി സെൽഷ്യസിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എത്ര കഴിഞ്ഞാലാണ് 0 ഡിഗ്രി കഴിഞ്ഞിട്ട് 100 ഡിഗ്രി ആകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെള്ളം തിളക്കാനായിട്ട് തുടങ്ങുന്നത്. സോ വിച്ച് മീൻസ് ഇതിൻ്റെ ഇടയിൽ 100 ഡിവിഷൻസ് ആണുള്ളത്. 100 ഡിവിഷൻസ് കഴിഞ്ഞ സമയത്താണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ബോയിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ നോക്കിക്കേ, ഇനി ഞാൻ ഫാരൻഹീറ്റിലേക്ക് വരികയാണ്. ഫാരൻഹീറ്റിൽ നിങ്ങളെ വെള്ളം ഒബ്സർവ് ചെയ്യുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അതായത് ലോവർ സ്കെയിൽ 32 ഡിഗ്രിയിലാണ്. അപ്പർ സ്കെയില് അതായത് അത് സ്റ്റീം പോയിന്റ് എത്രയിലാ, 212 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും, 180 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും അല്ലേ. 180 ആണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. സോ അങ്ങനെ ആകുന്ന സമയത്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ F-32, അതായത് എപ്പോഴും ലോവറിനെ ആദ്യത്തെ നമ്മൾ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിവിഷൻസ് 180. ഇവിടെ നോക്കിക്കേ, ഇവിടെ അതേപോലെ തന്നെ അല്ലേ, C-0 ഡിവൈഡഡ് ബൈ അപ്പർ മൈനസ് ലോവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നോക്കിക്കേ അതേപോലെ തന്നെ F-32 ഡിവൈഡ് ബൈ അപ്പർ മൈനസ് ലോവർ ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, 180 കിട്ടിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ കെൽവിനെ നോക്കുക, കെൽവിന് കറസ്പോണ്ടിങ് 273 ആണ് ഐസ് പോയിന്റ്. അതിൻ്റെ അപ്പർ എത്രയിലാണ്, 373ലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും, യു ക്യാൻ സേ ദാറ്റ് ദിസ് വിൽ ബി ഈക്വൽ ടു K-273 ഡിവൈഡഡ് ബൈ അപ്പർ മൈനസ് ലോവർ. അപ്പർ മൈനസ് ലോവർ 100 കിട്ടിയതുകൊണ്ടാണ് ഇവിടെ 100 എഴുതി വെച്ചിട്ടുള്ളത്. ഇനി പുതിയ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പുതിയ ഒരു മെഷർമെൻറ്റ് നിങ്ങളോട് പറയാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, മേ ബി ഇവിടെ 273ക്ക് പകരം 473 ആണെന്ന് വെച്ചോ, ഇവിടെ 273 തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, മേ ബി ഇതൊരു പുതിയ സ്കെയിലാണ്, ആ പുതിയ സ്കെയിലിൽ നിങ്ങൾ 6 എന്ന് വിളിച്ചോ. അങ്ങനെയാണെങ്കിൽ R-273 ഡിവൈഡ് ബൈ 200 എന്ന് ചെയ്തു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏതാണോ നമുക്ക് കാണേണ്ടത് അതേ മൈനസ് ലോവർ ഡിവൈഡ് ബൈ അപ്പർ മൈനസ് ലോവർ. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല.
ആ ഫോർമുല ബേസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇതിൻ്റെ എൻഡിൽ, ലൈവിൻ്റെ ഏറ്റവും എൻഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. ഇനി അടുത്ത കൺസെപ്റ്റ് ഇതിൽ നിന്ന് വരുന്നത് തെർമൽ എക്സ്പാൻഷൻ്റെ ഭാഗങ്ങളാണ്. അതായത് ഞാൻ എൻ്റെ ഒരു ഒബ്ജക്റ്റിൽ തീർച്ചയായിട്ടും അതിനെ ചൂടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഐ ആം ഗിവിങ് സം ഹീറ്റ് എനർജി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, തീർച്ചയായിട്ടും അത് എക്സ്പാൻഡ് ചെയ്യും. മേ ബി അതൊരു ലീനിയർ എക്സ്പാൻഷൻ ആകാം, മേ ബി അതൊരു ഏരിയൽ എക്സ്പാൻഷൻ ആകാം, അല്ല എന്നുണ്ടെങ്കിൽ വോളിയം എക്സ്പാൻഷൻ ആകാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ എക്സ്പാൻഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യന്റ് അറിയേണ്ടതുണ്ട്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പെൻസില്, ഈ ഒരു പെൻസില് ഞാൻ എത്ര ഡിഗ്രി ചൂടാക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് മൂവ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനെ നമ്മൾ കുറേ അധികം ലെറ്ററുകളിൽ നിങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഫോർ ദ ടൈം ബീങ് ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ടെസ്റ്റ് ആൽഫ ആൻഡ് ദിസ് ഈസ് ബീറ്റ ആൻഡ് ദിസ് ഈസ് ഗാമ. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും കേസിൽ ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദ ബീറ്റ ഈക്വൽ ടു 2 ആൽഫ എന്നാണ്. അതേപോലെ തന്നെ എൻ്റെ ഗാമ ഈക്വൽ ടു 3 ആൽഫ എന്നാണ്. വിച്ച് മീൻസ് ദ വോളിയം എക്സ്പാൻഷൻ വിൽ ബി ഈക്വൽ ടു 3 ടൈംസ് ദ ലീനിയർ എക്സ്പാൻഷൻ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബേസിസിൽ ഇനി എങ്ങനെ എൻ്റെ ഡെൽറ്റ എല്ലും ഡെൽറ്റ വിയും മറ്റ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, ഡെൽറ്റ എൽ ലീനിയർ എക്സ്പാൻഷൻ വിൽ ബി ഈക്വൽ ടു L0 ഇനീഷ്യലി ഉള്ള വാല്യൂ L0 ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാം. അതേപോലെ തന്നെ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു A0 ഇൻറ്റു ബീറ്റ ഡെൽറ്റ ടി, ഓർ ഐ ക്യാൻ ഓൾസോ റൈറ്റ് 2 alpha into delta t, and delta v is equal to V0 into gamma delta t or 3 alpha delta t. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. നൗ നിങ്ങളെ അടുത്തതായിട്ട് ഇതിലെ ടേമുകളായിട്ട് ഓർത്തിരിക്കേണ്ടത് ഒന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും അതേപോലെ തന്നെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനുമാണ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അതെ, നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. സ്പെസിഫിക് ഹീറ്റ് നമ്മുടെ എസ്സിലോ എനി ലെറ്റർ, നോ പ്രോബ്ലം. ആക്ച്വലി ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ഫോർ എ യൂണിറ്റ് മാസ് ടു ഡിഗ്രി സെൽഷ്യസ് ടു ഡിഗ്രി റൈസ് ഇൻ ദ ടെമ്പറേച്ചർ. അതായത് ആ ഒരു സാധനത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എനർജിയാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? മേ ബി എസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഹീറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, so it is the amount of heat required to rise the temperature of a unit mass by unit degree. അപ്പോൾ എൻ്റെ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? Q is equal to MS into delta T if S is equal to something. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് നമുക്ക് കാണാം. മേ ബി എൻ്റെ കയ്യിൽ ഒരു 2 ഗ്രാം ഉണ്ട്. ആ 2 ഗ്രാമിനെ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ 1 ഡിഗ്രി എനിക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കണ്ടെത്തുക, അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ഡിഗ്രിയാണോ കൂട്ടേണ്ടത് അത്രയും എനർജി എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. അതിൻ്റെ സ്പെസിഫിക് ഹീറ്റിൻ്റെ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഇതിൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകുക. ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലേക്ക് വരികയാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാറ്റന്റ് ഹീറ്റ് ആണ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന് പഠിക്കും, അതേപോലെ തന്നെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന് പഠിക്കും. അപ്പോൾ ഇവിടെ 2 കേസുകളുണ്ട്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ട്, വേപ്പറൈസേഷനും. എന്താണ് ഈ ലാറ്റന്റ് ഹീറ്റും സ്പെസിഫിക് ഹീറ്റും തമ്മിലുള്ള മാറ്റം? ആക്ച്വലി സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ്, മേ ബി എൻ്റെ കയ്യിലൊരു വാട്ടർ ഉണ്ടെന്ന് വെച്ചോ, ഈ വാട്ടർ ഈ ഡിഗ്രി റൈസിനാണ് ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതായത് ഹീറ്റ് വരുന്നുണ്ട്, ഹീറ്റ് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും എന്തിന് ശ്രമിക്കുന്നില്ല? ഇതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എൻ്റെറായിട്ട് അബ്സോർബ് ചെയ്യുന്ന എല്ലാ ഹീറ്റും എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇത് വാട്ടർ ആണ് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് ദ വാട്ടർ, ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, അത് വാട്ടർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർ
നിങ്ങൾക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും മേ ബി 0 ഉള്ളത് 10 ആകും, 15 ആകും, 30 ആകും, 40 ആകും, അങ്ങനെ അപ് ടു ഒരു ടൈം കഴിയുന്നത് വരെ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെ അതെന്താ ശ്രമിക്കുക, അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനാണ് ശ്രമിക്കുക. സോ ഫോർ ദ ടൈം ബീങ് ഇവിടെ ടെമ്പറേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ടെമ്പറേച്ചർ കൂടി 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 വന്നിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ കൂടി അത് 100 ഡിഗ്രി സെൽഷ്യസ് ആയി. 100 ഡിഗ്രി സെൽഷ്യസ് ആയാൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും, വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും, സ്റ്റീം ആവാൻ തുടങ്ങും. സ്റ്റീം ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് കണ്ട അപ് ടു സെർട്ടൈൻ ടെമ്പറേച്ചർ ദർ ഈസ് നോ ചേഞ്ച് ഇൻ അപ് ടു സെർട്ടൈൻ ടൈം ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് മൊത്തം ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്, അതായത് വേപ്പർ ആകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇതാണ് ലാറ്റന്റ് ഹീറ്റ്. അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താ, ഒരു സോളിഡ് ലിക്വിഡ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും എനിക്ക്, മേ ബി എൻ്റെ കയ്യിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ എനിക്ക് എന്ത് ചെയ്യണം, സോളിഡിന് ലിക്വിഡ് ആക്കണം. മേ ബി അതിൻ്റെ മാസ് എം ആണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു MLF. ഇനി അതേപോലെ തന്നെ നൗ വാട്ട് വിൽ ബി ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, MLV. ഇത് തരും, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും വേപ്പറൈസേഷനും തരും. അപ്പോൾ ആ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബേസിക്കലി ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസർവേഷൻ ഓഫ് ഹീറ്റ് എനർജി, കൺസർവേഷൻ ഓഫ് എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ കയ്യിൽ വരുന്ന ഹീറ്റ് എനർജി എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇനി നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് ചെറിയൊരു ഇക്വേഷനും കൂടെ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. എടാ ഇവിടെ നോക്കിക്കേ, ലാറ്റന്റ് ഹീറ്റ് നമ്മൾ പഠിച്ചു. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ, എപ്പോഴാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക? ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഹൈറ്റിൽ ഞാൻ എന്ത് വെക്കുകയാണ്, ഒരു സെർട്ടൈൻ ഹൈറ്റിൽ ഒരു ബോൾ വെച്ചു. എന്താ സംഭവിക്കുക, ഈ ബോള് ഞാൻ ഇവിടുന്ന് ഉരുട്ടി വിട്ടാൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് വന്ന് പതിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഹയർ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സ്ഥലത്തിൽ നിന്നും ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ലോവർ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സ്ഥലത്തേക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സ്പീഷീസ്, എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഏറ്റവും മിനിമം എനർജിയിൽ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ കൂടുതൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു TC ഉണ്ട്, ഇവിടെ ഒരു TD ഉണ്ട്, ഹാവിങ് സം ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ രണ്ടാളുകളെയും ഹീറ്റ് എനർജി എന്തല്ല, സെയിം അല്ല എന്നർത്ഥം, വ്യത്യസ്ത ഹീറ്റ് എനർജീസാണ്. അപ്പോൾ ഒരാളെ ഹീറ്റ് എനർജി ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. എന്താ സംഭവിക്കുക, എനർജി കൂടുതലുള്ള ഭാഗത്തിൽ നിന്നും കുറവുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇത് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. മേ ബി അത് ഫ്ലോ ചെയ്യുന്നത് A എന്ന് പറയുന്ന ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെയും ഫ്ലോ ചെയ്യാനുള്ള ലെങ്ത് L ആണ് എന്നുണ്ടെങ്കിൽ then the rate of flow, heat flowing is equal to K into A into delta T, TC minus TD. TC minus TD എടുത്തത് വേറൊന്നും കൊണ്ടല്ല, TC കൂടുതലായിരിക്കും, TD കുറവായിരിക്കും. സോ TC minus TD divided by LA. ക്ലിയർ അല്ലേ? K എന്ന് പറയുന്നത് എൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സമയത്തുള്ള കോയിഫിഷ്യൻ്റ് ആണ്, കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇനി വരുന്ന ഭാഗങ്ങളിലും ക്വസ്റ്റ്യനിലും ഒക്കെ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേയധികം ഭാഗങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് പക്കയാണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ബേസിക്കലി കുറേയധികം പ്രോബ്ലംസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷത്തിലൊക്കെ കുറേയധികം ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. എ സോളിഡ് മെറ്റാലിക് ക്യൂബ് ഹാവിംഗ് ടോട്ടൽ സർഫസ് ഏരിയ 624 meter square is uniformly heated if its temperature is increased by 10 degree Celsius. Calculate the increase in volume of the cube. അപ്പം ഇൻക്രീസ് ഇൻ വോള്യൂം ആണ് ചോദിച്ചത്. ബേസിക്കലി ഇൻക്രീസ് ഇൻ വോള്യൂം എന്ന് വെച്ചാൽ എന്താ, വി ഹാവ് ടു ഫൈൻഡ് ദ ഡെൽറ്റ വി. ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ വി ഈക്വൽ ടു V0 ഇൻറ്റു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു V0 എന്ന് വെച്ചാൽ എന്താ, ദിസ് ഈസ് എ ക്യൂബ്. സോ A ക്യൂബ് ഇൻറ്റു ഗാമക്ക് പകരം ഞാൻ 3 ആൽഫ എന്ന് എടുക്കുകയാണ്, ബിക്കോസ് ഇവിടെ ആൽഫയുടെ വാല്യൂ ആണ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. സോ 3 ഇൻറ്റു ആൽഫ ഇൻറ്റു 3 ഇൻറ്റു
ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എത്ര 10 ആണ്, ഇൻക്രീസ്ഡ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 10. നൗ ഐ ഹാവ് ടു ഫൈൻഡ് എ ക്യൂബ് എങ്ങനെ കാണും? ഒരു കാര്യം തന്നിട്ടുണ്ട്, സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു ക്യൂബാണ്. ഇതിന് എത്ര സർഫസ് ഉണ്ടാവും? 6 സർഫസ് ഉണ്ടാവും. ടോട്ടൽ സർഫസ് ഏരിയയാണ് 24. അപ്പം എന്ന് വെച്ചാൽ തന്നിട്ടുള്ളത് എന്താ? 6a² is equal to 24 എന്നാണ്. വിച്ച് മീൻസ് മൈ a² is equal to 64 ഡിവൈഡഡ് ബൈ 24 ഡിവൈഡഡ് ബൈ 6 എന്നുണ്ടാകും. സോ വിച്ച് മീൻസ് എനിക്ക് എന്ത് കിട്ടും? 24 ഡിവൈഡഡ് ബൈ 6 വിൽ ബി ഈക്വൽ ടു വാട്ട്? സോ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും എനിക്ക്? ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു √3 എന്ന് കിട്ടൂലേ. എൻ്റെ ഈ ഒരു വാല്യൂ എനിക്ക് എയുടെ വാല്യൂ അല്ലെങ്കിൽ a² വാല്യൂ കണ്ടുവച്ചാലും മതി, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എയുടെ വാല്യൂ കാണാം അല്ലെങ്കിൽ a² വാല്യൂ കാണാം. രണ്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് a² എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6a² is equal to 24 m² എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3. സോ a² is equal to 3 എന്ന് കിട്ടിയിട്ടുണ്ട്. a² is equal to 3 which means my a is equal to what? a is equal to √3 എന്ന് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? നൗ ദിസ് വിൽ ബി ഈക്വൽ ടു a³ എനിക്ക് കാണണം. a³ എന്ന് വെച്ചാൽ എന്തുണ്ടാകും? a³ വിൽ ബി ഈക്വൽ ടു a² ഇൻറ്റു a. സോ വിച്ച് മീൻസ് 3√3 ഇൻറ്റു 3 ഇൻറ്റു ആൽഫ 5 ആണ്. ഇത് ഇൻറ്റു എത്ര വരും? ഇത് എത്ര വരും? ഇത് 10 ആണ്. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു, ഈ വാല്യൂ ആണ് നമുക്കിനി കാണാനുള്ളത്. ഈസിയാണ്, കാരണം എൻ്റെ ആദ്യത്തെ ഞാൻ പവർ നോക്കട്ടെ. എന്നിട്ട് ആൽഫയുടെ വാല്യൂ 5 ഇൻറ്റു 10⁻⁻4 എന്നുണ്ട്. സോ ദ പവർ വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 10 എന്ന് കിട്ടും. സോ 3 ഇൻറ്റു 3 എത്ര വരിക? 3 ഇൻറ്റു 3 വിൽ ബി ഈക്വൽ ടു 9 വരും. ബാക്കി എനിക്കിവിടെ ഉണ്ടാവുക 9 ഇൻറ്റു 5 ഉണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു 45 ഉണ്ട്. സോ 45 √3 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 10⁻³ എന്നുണ്ടാകും. അപ്പോൾ ഞാനിവിടെ 45 √3 1.7 സംതിങ് ഇൻറ്റു 45 എന്ന് ചെയ്യുകയാണെങ്കിൽ നിയർലി 7 പോയിൻറ്റ് സംതിങ്ങിൻ്റെ അടുത്തേക്ക് എനിക്ക് എൻ്റെ വാല്യൂസ് കിട്ടും. സോ ദ ഓപ്ഷൻ വിൽ ബി 24. യെസ്. സോ ഇവിടെ നമ്മൾ ചെയ്തതിൽ a is equal to ഇവിടെ 3 അല്ല, ഇവിടെ 4 കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ a³ ചെറിയൊരു മാറ്റം ഉണ്ടാകും, റൈറ്റ്? സോ ഇവിടെ തെറ്റിപ്പോയി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എൻ്റെ a എത്ര കിട്ടുക? a3 അല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു, അതാണ് നമുക്ക് തെറ്റിയത്. സോ a³ എത്ര കിട്ടും? a എത്ര കിട്ടിയിട്ടുള്ളതാ? a is equal to 2 കിട്ടും. സോ 2³ എത്രയായിരിക്കും? 8 ആയിരിക്കും. 8 ഇൻറ്റു 3 ഇൻറ്റു ആൽഫ എത്രയാണ്? 5 ആണ്. 5 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 10. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? സോ ഇവിടെ 3 ഇൻറ്റു 5 ഉണ്ട്, ബാക്കി എന്തുണ്ട്? അവിടെ 8 ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്താൽ മതി? 8 ഇൻറ്റു 3. സോ ദാറ്റ്സ് ഈക്വൽ ടു 24. പിന്നെ 5 ഉണ്ടാകും. 24ൻ്റെ പകുതി അപ്പോൾ 12ൻ്റെ ആൻസർ ആണ് ഉണ്ടാകുക. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ലുബീമക്ക് കിട്ടിയിട്ടുണ്ട്, അരുണും കിട്ടിയിട്ടുണ്ട്. യെസ്. അൻസിക് 24/6 is equal to 4 തന്നെയാണ്. ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് അത് 3 എന്ന് എഴുതിപ്പോയി. സോ ദ 1.2 ഇൻറ്റു 10⁵. ഈസി അല്ലേ? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലടാ? സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ideal gas is expanding such that P(T³ is equal to some constant. The coefficient of volume expansion of the ideal gas is. ഇവിടെ ഈ ചോദ്യം ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷേ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ഇതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ തെർമോഡൈനാമിക്സിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വി ഹാവ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dV/V ആണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ മുന്നേ എന്താണോ ഉണ്ടാകുന്നത് അതാണ് ചോദിച്ചിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് ടി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, P(T³ is equal to some constant. ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പ്രോബ്ലത്തിൽ ഒരു ഹിൻറ്റും ഇല്ല. ഇവിടെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ബേസിക്കലി ആൻസറിലേക്ക് നോക്കുക. യുവർ ആൻസർ ഈസ് സംതിങ്
ലൈക്ക് 1/t ആൻഡ് 2/t 4/t 3/t എന്ന് വെച്ചാൽ ടിയുടെ ടേമുകളാണുള്ളത്. അതായത് എനിക്ക് കിട്ടേണ്ട കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനാണ് ഡെൽറ്റ വി ബൈ വി ആണ് എനിക്ക് കിട്ടേണ്ടത് അല്ലേ. സോ ആ ഡെൽറ്റ വി ബൈ വി കാണണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു ഇക്വേഷനിലേക്ക് എനിക്ക് എന്ത് കൊണ്ടുവരണം, ഡെൽറ്റ വിയും വിൻ്റെ ടേമുകൾ കൊണ്ടുവരണം. വിൻ്റെ ടേം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദിസ് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എന്താ, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. വിച്ച് മീൻസ് മൈ പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റൂലേ. സോ വിച്ച് മീൻസ് എൻ ആർ ഇൻറ്റു ടി അവിടെ ഉള്ളതുകൊണ്ട് ടി റൈസ് ടു 4 ഡിവൈഡ് ബൈ വി ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. എന്നും ആറും എന്തായാലും കോൺസ്റ്റൻറ്റാ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു ടി റൈസ് ടു 4 ഇൻറ്റു വി റൈസ് ടു -1 ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് എന്താ, ബേസിക്കലി വി ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഡി വി. ഡെൽറ്റ വി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഇക്വേഷനിൽ നിന്നും ഈ എക്സ്പ്രഷനിൽ നിന്നും കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ചെറിയ ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പോവാം. ഈ എൻ്റയർ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ എൻ്റയർ ഇക്വേഷനെ ഞാൻ ലോഗ് എടുക്കുകയാണ്. സോ 4 ഇൻറ്റു എൽ എൻ ടി വരും, മറ്റേതെന്ത് വരും, -1 ഇൻറ്റു എൽ എൻ വി വരും. ദിസ് ഈസ് ഈക്വൽ ടു സം എൽ എൻ ഓഫ് കോൺസ്റ്റൻറ്റ് എന്ന് വരും. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആ വോളിയം എക്സ്പാൻഷനാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്താ വരിക, 4 ഇൻറ്റു എൽ എൻ ടിയുടെ ഡെറിവേറ്റീവ് 1/t ആ, 1/t ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 1/t ഇൻറ്റു ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എൽ എൻ ഓഫ് സി ആ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്താ 0 ആണ്. അപ്പോൾ ഈ -LNT റൈറ്റ് സൈഡിലേക്ക് പോകും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 1/v വരും ഇൻറ്റു ഡി വി എന്ന് വരും, 1/v ഇൻറ്റു ഡി വി. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ തന്നെ എനിക്ക് കിട്ടിയില്ലേ. സോ ബേസിക്കലി വി ഹാവ് ടു ഫൈൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അല്ലേ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനാണ്. അതെന്തായിരുന്നു, തൊട്ട് മുന്നേ നേരത്തിൽ നമ്മൾ പഠിച്ചതാ, ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു V0 ഇൻറ്റു ഗാമ ഡെൽറ്റ ടി. സോ വിച്ച് മീൻസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ V0 ഡെൽറ്റ ടി ആണ് എന്തെൻ്റെ ഗാമ. അതല്ലേ ഇവിടെ കണ്ടുവച്ചിട്ടുള്ളത്. വിച്ച് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈ 4/t ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇതല്ലേ നമുക്ക് കാണേണ്ട കോയിഫിഷ്യൻ ഓഫ് വോളിയം എക്സ്പാൻഷൻ, ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? യെസ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 1 അല്ല, സി ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? 4/t ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. അതായത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താക്കി മാറ്റി ഞാൻ അതിനെ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടിയിലേക്കാക്കി മാറ്റുന്നത്. ഐ ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ വി ബൈ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ള ആ ഒരു ടേമാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. സോ എനിക്ക് അറിയാവുന്ന ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ ടേമുകളിലേക്ക് മാറ്റുകയാണ്. തീർച്ചയായിട്ടും JEE ക്ലാസ്സിന് യൂസ്ഫുൾ ആകുന്ന 24-ന് യൂസ്ഫുൾ ആകുമെന്ന് വെച്ചാൽ യെസ്, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വക പ്രാക്ടീസ് ക്വസ്റ്റ്യനിലൂടെ തന്നെയാണ് പോകാനുള്ളത്. ആസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് അത്രയും നിങ്ങളെ റാങ്കുകൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ എനിവേ, നിങ്ങളെ 24-ലേക്കുള്ള പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യാനിരിക്കുകയാണ്. എനിവേ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The area of cross section of a railway track is 0.01 meter square. The temperature variation is 10 degrees Celsius. Coefficient of linear expansion of the material of the track is 10 to the power -5 degrees Celsius. Energy stored per meter in the track is energy stored per meter in the track is. അപ്പോൾ energy stored per meter ആ കാണേണ്ടത്. ഇത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് എനർജി സ്റ്റോർഡ് കണ്ടുവെച്ചതായിരിക്കും നമ്മൾ. ഇവിടെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, റെയിൽവേ ട്രാക്കിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറിയാം. ദെൻ ദ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ദി മെറ്റീരിയൽ അതെനിക്കറിയാം, 10 to the power -5 ആണ്. Then the energy stored per meter will be equal to half into strain into area എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. എന്താ എൻ്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത്, strain will be equal to delta L by L അല്ലേ എൻ്റെ സ്ട്രെയിന്.
ഡെൽറ്റ എൽ ബൈ എൽ എന്താ വരിക? ഡെൽറ്റ എൽ ബൈ എൽ is equal to delta L is equal to L into alpha delta theta. So അങ്ങനെയാണെങ്കിൽ delta L by L will be equal to alpha delta T എന്ന് വരും. ഇതൊരു ഇക്വേഷൻ അല്ലേ? സ്ട്രെയിനിൻ്റെ ഇക്വേഷനാണ്. Now the question is that you have to find the energy stored. Energy stored is equal to Young's modulus-ന്റെ ടേമിൽ നിങ്ങൾ പഠിച്ചു വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. half into Young's modulus into strain all square into area equal to Young's modulus എത്ര? 10 to the power 11 ആണ്, divided by 2 into what is my strain? Strain is equal to alpha delta theta ആണ്. ആൽഫ എത്രയാടാ? ആൽഫ എന്ന് പറയുന്നത് 10 to the power -5 ആണ്, into delta T. Temperature variation is 10 degree Celsius. 10 ആണ്, the whole square into area 0.01 ആണ്. This will be equal to 10 to the power 11 divided by 2 into ഇവിടെ എത്ര വരിക? 10 to the power -4 വരും. -4 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 10 to the power -8 വരും, into 10 to the power -2 അല്ലേ ആക്ച്വലി ഇത്. സോ ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10/2 ഉണ്ടാകും. ദാറ്റ്സ് ഈക്വൽ ടു 5 ജൂൾ. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഈക്വൽ ടു 5 ജൂൾ. ഓക്കെ അല്ലേ? യെസ്, ആൻസർക്ക് കിട്ടിയിട്ടുണ്ട്. Now the next question, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Here is the next question. When the temperature of the material when the temperature of the metal wire is increased from 0 degree Celsius to 10 degree Celsius, its length is increased by 0.02%. The percentage change in the its mass density will be. Mass density യിലുള്ള ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാസ് ഡെൻസിറ്റി എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം ആണ്. ഇതിൽ നോക്കിക്കേ, ഇതിൽ മാസ് ആക്ച്വലി ചേഞ്ച് ആവുമോ? ഇല്ല, ഇതൊരു കോൺസ്റ്റൻ്റാണ്. അതായത് മാസ് ഇവിടെ മാറുന്നില്ല, കാരണം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വോള്യൂം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയുടെ ചേഞ്ചിലേക്ക് ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ദ ചേഞ്ച് ഇൻ വോള്യൂം. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ വോള്യൂം? ഈസി, ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി ആണ്. റൈറ്റ്. ഇനി നോക്കിക്കേ, ഇവിടെ ഒരേ ഒരു കാര്യം തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 0.02%. അങ്ങനെ ഒരു സംഭവം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള ഹിൻ്റാണ്. ബിക്കോസ് ഇവിടെ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് ഈക്വൽ ടു വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ മാസ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% ആണ് നമുക്ക് കാണേണ്ടത്. അത് ഗാമ ഇൻറ്റു ഡെൽറ്റ ടി ഉണ്ടാവും. ദാറ്റ്സ് ഈക്വൽ ടു 3 ആൽഫ ഡെൽറ്റ ടി ഉണ്ടാകും. സോ വി ഹാവ് ടു ഫൈൻഡ് ആൽഫ. ആൽഫ എങ്ങനെ കാണാം? ഇവിടെ നോക്കിക്കേ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ലെങ്ത് വിൽ ബി ഈക്വൽ ടു 0.02 എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100% ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ 0.02% ആ കിട്ടിയിട്ടുള്ളത്. ആൽഫ ഡെൽറ്റ ടി ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എത്രയാടാ? 10 ആണ്. 10 വിൽ ബി ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? ദാറ്റ്സ് ഈക്വൽ ടു 0.02% എന്നാണ് തന്നിട്ടുള്ളത്. സോ 0.02% എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ ഡെൽറ്റ എൽ ബൈ എൽ 100% ഇസ് ഈക്വൽ ടു 0.02 ആണ്. സോ വിച്ച് മീൻസ് മൈ ആൽഫ വിൽ ബി ഈക്വൽ ടു ഇവിടെ എന്താ വരിക? ആൽഫ നേരെ ഡിവൈഡ് ബൈ 10 വരും എന്ന് വെച്ചാൽ 2 ഇൻറ്റു 10 to the power -5 വരും അല്ലേ? ഇവിടെ 100% കൂടെ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ നിന്ന് ഞാൻ ആൽഫ കണ്ടെത്തി. ഓക്കെ അല്ലേ? കാരണം ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100% ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2% ആണ്. 0.02% ആണ്. സോ ആൽഫ ഈക്വൽ ടു 2 ഇൻറ്റു 10 to the power -5. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 10 to the power -5 ഇൻറ്റു അവിടെ എത്ര വരിക? ഡെൽറ്റ ടി. ദാറ്റ്സ് ഈക്വൽ ടു 10 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 6 ആണ് വരിക. സോ 6 ബാക്കി 100% ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇവിടെ പോയി കഴിഞ്ഞാൽ 10 to the power ബാക്കി ഇവിടെ ഉണ്ടാകുന്നത് 10 to the power -4 ആയിരിക്കും, ഡിവൈഡ് ബൈ 10 to the power -2. സോ 6 ഇൻറ്റു 10 to the power -2 ദാറ്റ്സ് ഈക്വൽ ടു 0.06 എന്ന് വരും. സോ 0.06 ക്ലിയർ ആയിട്ടുണ്ടോ? ഈസി അല്ലേ? യെസ്, 0.06 എന്ന് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. എ നോൺ ഐസോട്രോപിക് സോളിഡ് മെറ്റൽ ക്യൂബ് ഹാസ് വോളിയം എക്സ്പാൻഷൻ has metal cube has coefficient of linear expansion as 5 into 10 to the power -5 along the x-axis and 5 into 10 to the power -6 along the z-axis and y-axis. If the coefficient of volume expansion of the solid is c into 10 to the power -2,
then what is the value of the C? അപ്പോൾ സിയുടെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വി നോ ദാറ്റ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്താ? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഗാമ. ഇതാണ് ചോദിച്ചത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി, അതാണ് കാണേണ്ടത്. നൗ ഇനി തന്നിരിക്കുന്നതിൽ നോക്കിക്കേ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡെൽറ്റ വി ബൈ വി ആക്ച്വലി എന്താണ് വരിക? ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ എച്ച് ബൈ എച്ച് അല്ലേ? കാരണം എന്താ, വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഡെൽറ്റ വി ബൈ വി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ബി ബൈ ബി ഡെൽറ്റ എച്ച് ബൈ എച്ച്. ഓക്കെ, നൗ ഇനി നോക്കിക്കേ, ദിസ് വിൽ ബി ഈക്വൽ ടു, ഇനി എനിക്ക് കാണേണ്ടത് എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദ ഗാമ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ് കാണേണ്ടത്. സോ ഡെൽറ്റ എൽ ബൈ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ എച്ച് ബൈ എച്ച് ഇൻറ്റു ഡെൽറ്റ ടി. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട് ഈസ് ഡെൽറ്റ എൽ? ഡെൽറ്റ എൽ തന്നിട്ടുണ്ടല്ലോ, 5 ഇൻറ്റു 10 ടു ദ പവർ -5 ആണ്. ആൻഡ് മൈ ഡെൽറ്റ ടി എത്രയാണ്? സോ വി ഹാവ് ടു ഫൈൻഡ് നോൺ ഐസോട്രോപിക് മെറ്റീരിയൽ ആണ്, ലീനിയർ കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, വി ഓൾസോ ഹാവ് ടു ഫൈൻഡ് ദ ഡെൽറ്റ ടി. ഓക്കെ, നോ പ്രോബ്ലം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു 10 ടു ദ പവർ -5 എന്നുണ്ടാകും. പിന്നെ അടുത്തത് ഉണ്ടാകും പ്ലസ് അടുത്ത ആളെന്ന് പറയുന്നത് 5 ഇൻറ്റു 10 ടു ദ പവർ -6 ഉണ്ട്. അടുത്തത് 5 ഇൻറ്റു 10 ടു ദ പവർ -6 ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? സോ റൈറ്റ്, സോ ദിസ് വിൽ ബി ഈക്വൽ ടു, എല്ലാ ഡെൽറ്റ ടീം പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഉണ്ടാകുന്നത് 5 + 5 + 5 എന്നുണ്ട്. അവിടെ എല്ലാത്തുനിന്നും ഞാൻ എന്ത് ചെയ്തു? 10 ടു ദ പവർ -5 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 5 പ്ലസ് എന്തുണ്ടാകും? 5 + 0.5 + 0.5 0.5 + 0.5 1 ആണ്. 5 പ്ലസ് ചെയ്താൽ 6 കിട്ടും. ബാക്കി പുറത്തെടുത്തതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 60 ഇൻറ്റു 10 ടു ദ പവർ -6, കാരണം -6ൻ്റെ രൂപത്തിലേക്കാണ് മാറ്റുന്നത്. സോ എത്രയായിരിക്കും എൻ്റെ വാല്യൂ? 60 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? ഈസി. ഓക്കെ അല്ലേ? Okay, so right now the next question, two rods A and B of the identical dimensions are dimensions at temperature 30 degrees Celsius. If A is heated up to 180 degrees Celsius and B up to T degrees Celsius, then the new length are same. If the ratio of the coefficient of linear expansion of A and B is 4:3, then the value of the delta value of the T. അപ്പോൾ ടി ആണ് ചോദിച്ചത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സെയിം ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം ലെങ്ത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? എൻ്റെ ആ ഡെൽറ്റ എൽ രണ്ടാളുകളെയും പോയിട്ടുള്ളത് സെയിം ആണ്. സോ വിച്ച് മീൻസ് എൽ ഇൻറ്റു α1 ഇൻറ്റു ഡെൽറ്റ θ1 മസ്റ്റ് ബി ഈക്വൽ ടു എൽ ഇൻറ്റു α2 ഇൻറ്റു ഡെൽറ്റ θ2. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ α1 ഡിവൈഡ് ബൈ α2 is equal to ഡെൽറ്റ θ2 ഡിവൈഡ് ബൈ ഡെൽറ്റ θ1 എന്ന് കിട്ടും. ഈക്വൽ ടു α1 ബൈ α2 എത്ര തന്നിട്ടുള്ളത്? 4:1 ആണ്. സോ വിച്ച് മീൻസ് 4/3 ആണ്. വാട്ട് ഈസ് മൈ ഡെൽറ്റ തീറ്റ? ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ടി ആണ്. ഞാൻ ഇവിടെ ജസ്റ്റ് തീറ്റ ആയിട്ട് എടുക്കുകയാണ്. സോ തീറ്റ ടി മൈനസ് എവിടെ 180 ഡിഗ്രി എന്നാണ് വന്നിട്ടുള്ളത് ഫ്രം 30 ഡിഗ്രി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു തീറ്റ മൈനസ് 30 ഉണ്ടാകും. ആദ്യം അടുത്തതോ 180 മൈനസ് 30 ഉണ്ടാകും. റൈറ്റ്, നൗ ദിസ് വിൽ ബി ഈക്വൽ ടു we have to find the theta. So my theta equal to 4/3 into 180 എന്ന് കുറച്ച് കഴിഞ്ഞാൽ 150 കിട്ടും പ്ലസ് 30 എന്ന് കിട്ടും. 150ൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്രയാണ് വരിക? 15 ഡിവൈഡ് ബൈ 3 5 വരും. 5 ഇൻറ്റു 4 that will be 20 വരും. പ്ലസ് 3 230 വരും. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയോടാ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An ice cube of dimension 16 into 5 into 20 is placed in a insulating box of wall thickness 1 centimeter. The box keeping the ice cube at 0 degrees Celsius of the temperature is brought to room temperature at 40 degrees Celsius. Rate of the melting point of the ice is approximately. അപ്പോൾ
റേറ്റ് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി ഐസ് ഈസ് അപ്രോക്സിമേറ്റ്ലി. നമ്മൾ റേറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ട വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നോക്കാം നമുക്ക്. വി ഹാവ് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ദി മെൽറ്റിംഗ് ഓഫ് ദി ഐസ്. അപ്പോൾ റേറ്റ് ഓഫ് ദി മെൽറ്റിംഗ് ഓഫ് ദി ഐസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് എന്താ, ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി എന്ന് എം ആണ് കാണേണ്ടത്. അതായത് ഡി ക്യൂ ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു സം മാസ് ഇൻറ്റു ലാറ്ററന്റ് ഹീറ്റ്. അപ്പോൾ അതിൽ നിന്നുള്ള മാസ് എത്രയാണ് ഓരോ സമയത്തും മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്ഷനിൽ കാണാം കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇതാണ് കാണേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കിക്കേ. ബേസിക്കലി എൻ്റെ ഒരു ക്യൂബ് ഉണ്ട് ഹാവിങ് സം ഏരിയ ആൻഡ് ആൻ ഇൻസുലേറ്റിംഗ് ബോക്സ് ആണത്. എന്ന് വെച്ചാൽ അതിൻ്റെ ദ ബോക്സ് കീപ്പിംഗ് ദ ഐസ് ക്യൂബ് അറ്റ് 0 ഡിഗ്രി ടെമ്പറേച്ചർ ആൻഡ് ഇൻ റൂം ടെമ്പറേച്ചർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എനർജി ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഡെൽറ്റ ടി ഇവിടെ എത്രയാണ്, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഐസ് 0 ഡിഗ്രിയിലായിരുന്നു, 40 ഡിഗ്രിയിലേക്കാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, കെ ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എൽ. ഇവിടെ നോക്കിക്കേ, എൽ എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു തിക്നെസ്സിൽ എത്ര പോയി എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. നൗ ഐ ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. ഏരിയ എങ്ങനെ കാണാൻ പറ്റും, ഏരിയ ഈക്വൽ ടു, ഏരിയ എന്ന് വെച്ചാൽ സർഫസ് ഏരിയയാണ്. അപ്പോൾ ഇതൊരു ക്യൂബാണ്. ക്യൂബിൻ്റെ സർഫസ് ഏരിയ കാണുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് എന്തുണ്ടാകും, ഇതാ ഇവിടെ 1, 2, 3 ഈ 3 സർഫസ് ഉണ്ടാകും. അതേപോലെ 3 സർഫസ് ബാക്കിലുണ്ടാകും. അങ്ങനെ മൊത്തം 6 സർഫസാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ സർഫസ് ഏരിയ മൈ എ വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു ആരൊക്കെ ഉണ്ടാകും, ആദ്യത്തെ സർഫസിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഇവിടെ എല്ലാ സംഭവം തന്നിട്ടുണ്ട് 60, 50, 2. അപ്പം ഞാൻ തൽക്കാലം എന്ത് ചെയ്യാതാണെന്ന് വെച്ചാൽ ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ ഇതാണ് 0.6, പിന്നെ അതേപോലെ തന്നെ 0.5, ദെൻ 0.2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്താൽ ജസ്റ്റ് അത് നോക്കിയിട്ടല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ലെങ്ത് ഉള്ളത് 0.6 എടുത്തോ. സോ വിച്ച് മീൻസ് ഇങ്ങനൊരു സംഭവമാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ 0.6 എടുത്തോ, ഇത് 0.6 എടുത്തോ, ഇത് 0.5 എടുത്തോ, ഇത് ഇത്ര എടുത്തോ, 0.2 എടുത്തോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടാകും, ഈ രണ്ട് 0.6ഉം 0.2 ഉണ്ടാകും, 0.5ഉം 0.6ഉം ഉണ്ടാകും, 0.5ഉം 0.2 ഉണ്ടാകും. അപ്പോൾ എൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ബാക്കിലും കൂടെ ഉണ്ടാകും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.5 പ്ലസ് 0.5 ഇൻറ്റു 0.2 പ്ലസ് 0.2 ഇൻറ്റു 0.6. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു, ഇവിടെ നോക്കിക്കേ 6 ഇൻറ്റു 5 30 30 കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ എന്ത് വരികയാണ്, 2 പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.3 എന്ന് കിട്ടും. റൈറ്റ്, 0.3. 5 ഇൻറ്റു 2 എത്രയാണ്, 10 10 കഴിഞ്ഞിട്ട് 2 പോയിന്റുകൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.1 എന്ന് കിട്ടും. റൈറ്റ്, അടുത്ത എത്ര, 6 ഇൻറ്റു 2 12 12 കഴിഞ്ഞിട്ട് 2 പോയിന്റ് വന്നാൽ 0.12 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരിക, 0.4ഉം പിന്നെ അവിടെ 0.12 ഉണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 0.12 ആണ്. സോ എത്ര വരും, 1.04 എന്ന് വരും. നിയർലി എൻ്റെ ഏരിയ കിട്ടി. നൗ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഡി ക്യൂ ബൈ ഡി ടി കാണാമല്ലോ. മൈ ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു കെ ഇൻറ്റു കെ എത്ര ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു 0.05. സോ ദാറ്റ്സ് ഈക്വൽ ടു കെ ആണ്. കെ എനിക്ക് ഇവിടെ ഇൻസുലേറ്റിംഗ് വയറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നതാണ്. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി ഇൻസുലേറ്റിംഗ് വയർ ഇസ് ഈക്വൽ ടു 0.05. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.05 ഇൻറ്റു 1.04 ഏരിയ കിട്ടി. വാട്ട് ഈസ് മൈ ഡെൽറ്റ ടി 40 ഡിവൈഡ് ബൈ തിക്നെസ് എത്ര, 1 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് എത്ര ആയിരിക്കും, 10 to the power -2 ആയിരിക്കും. റൈറ്റ്, സോ 10 to the power -2. 4 ഇൻറ്റു 5 20 20 കഴിഞ്ഞിട്ട് 1.08 കൊണ്ട് 20 മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, 2.08 എന്ന് കിട്ടും. ഇൻറ്റു 10 to the power 2 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് ഇവിടെ ബാക്കി 10 to the power -2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഇവിടെ 40 ഉണ്ടാവുക. ക്ലിയർ അല്ലേ?
Now this will be equal to 2.02 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദിസ് ഈസ് ദ ഹീറ്റ് എനർജി ഗിവിംഗ് ടു ദാറ്റ് വൺ. ഐസിനെ മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഭവം ഇതിനാണ് കിട്ടുന്നത്. മെൽറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാ. സോ എം ഇൻറ്റു എൽ വിൽ ബി ഈക്വൽ ടു 2.08 ഇൻറ്റു 10 to the power 2 എന്ന് കിട്ടി. സോ മൈ എം ഇസ് ഈക്വൽ ടു 2.08 ഇൻറ്റു 10 to the power 2 ഡിവൈഡ് ബൈ എൽ. എൽ എത്രയാടാ? എൽ തന്നിട്ടുണ്ടല്ലോ. എൽ ഇസ് ഈക്വൽ ടു 3.4 ഇൻറ്റു 10 to the power 5. 3.4 ഇൻറ്റു 10 to the power 5. This will be nearly equal to 61 എന്ന് കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാൻ ഈസിയാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ 61 ഇൻറ്റു 10 to the power -5. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്, ഏരിയ കിട്ടിയിട്ടുണ്ട് അരുണിന്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏരിയ കിട്ടി. ബേസിക്കലി ഇവിടുന്ന് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. dQ/dt കണ്ട് ആ ഹീറ്റാണ് ആക്ച്വലി എന്തിന് കിട്ടുന്നത്? എൻ്റെ ഈ ഐസ് മെൽറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ക്ലിയർ? വെരി സിമ്പിൾ. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിലിണ്ടർ ഓഫ് ഫിക്സ്ഡ് കപ്പാസിറ്റി ഓഫ് 44.8 ലിറ്റർ contains helium gas at the standard temperature and pressure. Now the amount of heat needed to raise the temperature of the gas in the cylinder by 20 degrees Celsius is actually ഇതും തെർമോഡൈനാമിക്സ് എന്ന് നേരത്തെ പോലെ കയറി വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബേസിക്കലി യു ഹാവ് ടു ഫൈൻഡ് ദ ഹീറ്റ്. Q is equal to NCP ഡെൽറ്റ ടി പഠിച്ചിട്ടുണ്ട്. N ഇവിടെ എത്ര? 44.8 ലിറ്ററാണ്. അതെ, സ്റ്റാൻഡേർഡിലേക്ക് ആക്കുകയാണെങ്കിൽ 44.8 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളായിരിക്കും? 2 മോളായിരിക്കും. സോ 2 ഇൻറ്റു CP നമുക്കറിയാലോ. CP ഇതെന്താണ്? ദിസ് ഈസ് എൻ ഹീലിയം ആണ്. ഹീലിയം ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 3/2 ഇൻറ്റു R ആയിരിക്കും. ഇൻറ്റു ഡെൽറ്റ ടി എത്ര? 20 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു R എത്ര? 8.3 ഇൻറ്റു 20. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 6 ഇൻറ്റു 8 എന്നുണ്ടാകും 49. സോ 498 ജൂൾ. ക്ലിയർ ആയിട്ടുണ്ടോടാ? സോ 498 ജൂൾ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. Here is a question. A 100 gram of iron nail is hit by 1.5 kg hammer striking at a velocity 16 meter per second. What will be the rise in temperature of the nail if 1/4 of the energy of hammer goes into heating the nail? അതായത് ഹാമർ അടിക്കുന്ന സമയത്ത് എൻ്റെ ഹാമറിൻ്റെ കൈനറ്റിക് എനർജി, കാരണം ഹാമറിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. ആ ഹാമറിൻ്റെ കൈനറ്റിക് എനർജി എന്താവുകയാണ്? ഈ ഹീറ്റ്, അതായത് ഈ നെയില് ആണി ചൂടാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ആയിരിക്കും ചൂടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ ഗിവൺ ദാറ്റ് 1/4 കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ 1/4 ഇൻറ്റു ഹാഫ് ഇൻറ്റു MV². അയണിൻ്റെ ഇതുണ്ട്, അതേപോലെ തന്നെ എൻ്റെ എന്തുണ്ട്? ഹാമറിൻ്റെതും ഉണ്ട്. ഹാമറാണ് മൂവ് ചെയ്യുന്നത്. സോ 1.5 ഇൻറ്റു V². എത്ര വരിക? 60² മസ്റ്റ് ബി ഈക്വൽ ടു ദ ഹീറ്റ്. ഇവിടെ എന്ത് ഹീറ്റാ? ഇവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനാ. സോ സ്പെസിഫിക് ഹീറ്റാ. സോ മാസ് ഇൻറ്റു specific heat into delta T. So we have to find the what will be the rise in temperature. എന്ന് വെച്ചാൽ we have to find the delta T. So my delta T will be equal to, ഇവിടെ എത്ര വരെടാ? ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു, ഞാൻ ആ 1.5നെ 3/2 എന്ന് എഴുതാം. സോ 3/2 ഇൻറ്റു 60² മൈനസ് 2 ഇൻറ്റു 2 4 വരും. 4 ഇൻറ്റു 4 ദാറ്റ്സ് വിൽ ബി ഈക്വൽ ടു 16 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 60² ഡിവൈഡ് ബൈ 16 ഇൻറ്റു MS എന്നുണ്ടാകും. M എത്ര? 100 ഗ്രാം ആണ്. 100 ഇൻറ്റു 10 to the power -3 ആണ്. എസ് എത്രയാണ്? എസ് ഇവിടെ തന്നിട്ടുണ്ട് 0.42 ജൂളാണ്. റൈറ്റ്? സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 16 ഇൻറ്റു 0.2. ദിസ് വിൽ ബി നിയർലി 16 പോയിൻറ്റ് സംതിങ് ആണ് ഉണ്ടാവുക. 16.07 എന്ന് കിട്ടും. 16.07 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേടാ? അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എനിവേ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. 2 identical metal wires of thermal conductivity K1 and K2 respectively are connected in series. Effective thermal conductivity of the combination is. അപ്പോൾ ഇതിൻ്റെ
എഫക്റ്റീവ് കണ്ടക്ടിവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 വയറുകളാണ് സീരീസിൽ കണക്ട് ചെയ്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം, R equivalent is equal to R1 plus R2 ആണ്. വാട്ട് ഈസ് മൈ R equivalent? R in terms of thermal conductivity പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. R is equal to 1/K into L by A എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇക്വലൻ്റ് ലെങ്ത് എത്ര? ഇവിടെ 2 ആളുകളുടെയും 2 ഐഡൻറ്റിക്കലാ, സെയിം ലെങ്താ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, L plus L ആയിരിക്കും ഇക്വലൻ്റ് ഉള്ളത് എന്ന് വെച്ചാൽ 2L divided by K equivalent into ഏരിയ ഞാൻ A ആയിട്ട് തന്നെ എടുത്തു. ദിസ് വിൽ ബി ഈക്വൽ ടു ഇവിടെ ആദ്യത്തെ ടേമിൽ എന്തുണ്ടാകും, ആദ്യത്തെ ടേമിൽ L ഉണ്ടാകും. L ഡിവൈഡഡ് ബൈ K1 ഇൻറ്റു A പ്ലസ് L ഡിവൈഡഡ് ബൈ K2 ഇൻറ്റു A എന്നുണ്ടാകും. സോ ഇവിടെ L ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് A ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കിയുള്ളത് 2/K എന്നാണ്. സോ ഞാൻ എൻ്റയർ ഇക്വേഷനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2K1 K2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2 എന്നുണ്ടാകും. ക്ലിയർ അല്ലേ? ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലടാ? സോ ഇക്വലൻ്റ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ? യെസ്, ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൾ റൈറ്റ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. എ ബുള്ളറ്റ് ഓഫ് 5 gram ട്രാവൽ വിത്ത് ദ സ്പീഡ് ഓഫ് 210 meter per second strike a fixed wooden target. 1/2 of the kinetic energy is conserved into the heat in the bullet while the other half is converted into the heat in the wood. The rise of temperature of the bullet if the specific heat of the material is 0.03 calorie per gram. അവിടെ ഒരു മാറ്റമുണ്ട്. ഇവിടെ കാലറി തന്നിട്ടുണ്ട്, കാലറി എർഗിലേക്ക് മാറ്റാനും തന്നിട്ടുണ്ട്. എനിവേ നമുക്കിതൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കാം. ബേസിക്കലി ഇവിടെയുള്ളത് നേരത്തെ അതേപോലെ തന്നെ ഹാഫ് ഓഫ് ദി കൈനറ്റിക് എനർജി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഹാഫ് ഓഫ് ദി കൈനറ്റിക് എനർജി, ഹാഫ് ഇൻറ്റു ഹാഫ് mv² is equal to this is used to rise the temperature ms delta t. അപ്പോൾ എന്ത് വരും, m ക്യാൻസൽ ചെയ്ത് പോയി. നൗ ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു mv² ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ. സോ ഡെൽറ്റ ടി കാണും, ദാറ്റ്സ് ഈക്വൽ ടു v² ഡിവൈഡ് ബൈ 4s എന്ന് കിട്ടും. ഈക്വൽ ടു v എത്ര, 210 ആണ്. 210 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു എസ്. സ്പെസിഫിക് ഹീറ്റ് ആക്ച്വലി 4.2 ഇൻറ്റു 10⁻⁴ എർഗിലേക്ക് മാറ്റണം കാലറീനെ. സോ 4.2 ഇൻറ്റു 10⁻⁴ ഇവിടെ എന്തുണ്ടാകും, 10⁻7 എന്നുണ്ട്. ഇവിടെ എത്ര കാലറി ആയിരുന്നു, കാലറി പെർ ഗ്രാം ആയിരുന്നു. ഈക്വൽ ടു 0.03 പെർ ഗ്രാം ആണ് എന്ന് വെച്ചാൽ 10⁻³ കിട്ടും. അപ്പോൾ അവിടെ ബാക്കിയുള്ളത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10⁻² ഉണ്ട്, പിന്നെ -3 ഉണ്ട്, 10⁻5 വരും. ബാക്കി അവിടെ എന്തേ ഉണ്ടാകുള്ളൂ, 10⁻7 ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 4.2നെ കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആൻസർ കിട്ടും. പക്ക ബാക്കി ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നിയർലി 87.5 എന്ന് കിട്ടും. 87.5 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിക്കലി ഈ ഒരു കൺവേർഷൻ മാത്രമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ബാക്കിയുള്ളത് ന്യൂമറിക്കൽ സ്റ്റെപ്പുകളാണ്, മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് ഇസ് ഈക്വൽ ടു 3.4 ഇൻറ്റു 10⁵. 100 gram of ice at 0 degree Celsius is placed in 200 gram of water at 250 degrees Celsius. Amount of ice that will be melt as the temperature of the water reaches the 0 degree is close to. അപ്പോൾ ഇവിടെ നേരത്തെ അതേപോലെ തന്നെ എനർജി കൺവേർഷനാണ്. അതായത് ഇവിടെ എന്തുണ്ട്, വാട്ടറും ഉണ്ട് ഐസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് ദി വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി മസ്റ്റ് ബി ഈക്വൽ ടു, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഐസ് മെൽറ്റ് ചെയ്യാനാണ്. സോ വിച്ച് മീൻസ് എം ഓഫ് ദി ഐസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ദി ഐസ്. സോ നമുക്ക് കാണേണ്ടത് എന്താ, വി ഹാവ് ടു ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഐസ് ദാറ്റ് വിൽ ബി മെൽറ്റിംഗ്. ഐസിൻ്റെ എത്ര ഐസാണ് മെൽറ്റ് ചെയ്യുന്നുള്ളതെന്നാണ് കാണേണ്ടത്. സോ വിച്ച് മീൻസ് MI ആണ് കാണേണ്ടത്. സോ MSW m of the mass of the water into specific heat of the water into delta T divided by Li എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര മാസ് ഇവിടെ തന്നിട്ടുള്ളത്, we know that this is equal to 200 gram.
0.2 കിലോഗ്രാം ആണ്. ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി വാട്ടർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി വാട്ടർ ഈക്വൽ ടു 4200 ആണ്. 4200 ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 to 25 സോ ഡെൽറ്റ ടി ഈക്വൽ 25 ഡിവൈഡഡ് ബൈ എൽ ഐ. ലാറ്റൻറ്റ് ഹീറ്റ് ആണ്. ലാറ്റൻറ്റ് ഹീറ്റ് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 3.4 × 10⁵ ആണ്. 3.4 × 10⁵. പക്ക വീണ്ടും ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ 42 × 25 ഡിവൈഡ് ബൈ 3.4 × 2 എന്ന് കിട്ടും. നിയർലി 61.7 എന്ന് കിട്ടും. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? ഓക്കെ, കൺസർവേഷൻസ് ആണ് ഇവിടെ ഒക്കെ. ഈ പ്രോബ്ലം ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളത് എനർജി കൺസർവേഷനിൽ നിന്ന് തന്നെയാണ്. യെസ്, കിട്ടിയതാ, അരുണ് കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ calorimeter ഓഫ് വാട്ടർ is water equivalent 20 gram contain 180 gram of the water at 25 degrees Celsius. M gram of steam at 100 degrees Celsius is mixed in till the temperature of the mixture is 31 degrees Celsius. Value of the M is closest to. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എൻ്റെ കയ്യിൽ മിക്സറിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട് ടിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു 31 ഡിഗ്രി സെൽഷ്യസ്. 31 ആകുന്നത് വരെ മിക്സ് ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ലാറ്റൻറ്റ് ഹീറ്റ്, ഇവിടെ ഒരു വാട്ടർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അത് എന്തിലേക്കാണ്? അത് സ്റ്റീമിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന രണ്ടാളുകളെയും, ഇപ്പോൾ വാട്ടറിൻ്റെ മാസ് എടുക്കുക ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി, ടി ഓഫ് ദി മിക്സ്ചർ ഉണ്ടാകും, മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ മസ്റ്റ് ബി ഈക്വൽ ടു, ഇവിടെ എത്രയാണുള്ളത്? ദിസ് ഈസ് ഈക്വൽ ടു ദ ഇക്വലൻ്റ്, അത്രയും ഇക്വലൻ്റ് ആയിട്ടുള്ള മാസ് ഉണ്ട്. കണ്ടെയ്ൻ 180 gram ഓഫ് ദി വാട്ടർ ആണ്. പിന്നെ എത്രയുള്ളത്? ദെൻ ഇവിടെ ഒരു വാട്ടർ ഇക്വലൻ്റ് കണ്ടെയ്ൻ 20 gram. കലോറിമീറ്റർ ഓഫ് ദി വാട്ടർ ഇക്വലൻ്റ് 20 gram കണ്ടെയ്ൻ 180 gram ഓഫ് ദി വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹീറ്റ് നോക്കുകയാണ്. ഹീറ്റ്, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഹീറ്റ് ആദ്യം ഡയറക്റ്റായിട്ട് എഴുതി തരാം, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇക്വേഷൻസ് എഴുതാം. ബേസിക്കലി എൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് എൻ്റെ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ദി സ്റ്റീമാണ്, ദെൻ പ്ലസ് എം ഇൻറ്റു എസ് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടി എസ് മൈനസ് ടി മിക്സ്ചറാണ്. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. എം എ മാസ് അറിയില്ല, എം ആയിട്ട് ഞാൻ എടുത്തു. നൗ ദിസ് ഈസ് ഈക്വൽ ടു എം ആയിട്ട് എടുത്തു ഇൻറ്റു ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 540 ആണ്. സോ 540 പ്ലസ് എം ഇൻറ്റു ലാറ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് അത് എത്രയാണ്? 540 കഴിഞ്ഞിട്ട് സ്പെസിഫിക് ഹീറ്റ് 1 ആണ്. സോ 1 ഇൻറ്റു ടെമ്പറേച്ചർ അത് എത്രയെന്ന് എത്രയ്ക്കാ? ഇത് വാട്ടറിൻ്റെ അല്ലായിരുന്നു. സോ ദിസ് ഈസ് ടേക്കിംഗ് ഫ്രം 100 ഡിഗ്രി സെൽഷ്യസ് ടു 31 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 100 മൈനസ് 31 കിട്ടും. ഇതാണ് ബേസിക്കലി എൻ്റെ ഹീറ്റ് എനർജി അല്ലേ? ഇനി ഈ ഹീറ്റ് എനർജി ആർക്ക് ഇക്വലൻ്റ് ആയിരിക്കും? ഇവിടെ കൊടുത്തിട്ടുള്ള എനർജി നോക്കുക, ഇവിടെ ടോട്ടൽ 180ഉം 200ഉം ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 200 ആണ്. സോ 200 ഇൻറ്റു അത് എത്രയിലേക്കായത്? അത് ഇനീഷ്യലി ആയിട്ട് 25 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു, അത് 31ലേക്കായിട്ടുണ്ട്. വിച്ച് മീൻസ് 31 മൈനസ് 25. ഇതൊക്കെ പെർ ഗ്രാം ആയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത്. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 1200 എന്നുണ്ടാകും. ബിക്കോസ് 31 മൈനസ് 25 6 കിട്ടും. 6 ഇൻറ്റു 200. സോ 6 ഇൻറ്റു 200 1200 കിട്ടും. ഈക്വൽ ടു എം ഇൻറ്റു 540 പ്ലസ് ഇവിടെ എത്ര വരിക? 100 മൈനസ് 31 69 ഉണ്ടാകും. സോ എം ഇൻറ്റു 69 ഉണ്ടാകും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 540ലേക്ക് 60 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 600 വരും. ബാക്കി അവിടെ ഉണ്ടാകുന്ന 669 ആയിരിക്കും. സോ മൈ എം വിൽ ബി നിയർലി ഈക്വൽ ടു 1200 ഡിവൈഡ് ബൈ 609ൻ്റെ അടുത്തേക്ക് ഉണ്ടാകും. സോ റൈറ്റ്, ദിസ് ഈസ് നിയർലി ഈക്വൽ ടു 1200 ഡിവൈഡ് ബൈ 600 2 ആണ് കിട്ടുക അല്ലേ? സോ 2 ആണ് കിട്ടുക. സോ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നൗ സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോൾ ഈസ് ഡ്രില്ലഡ് ഇൻ എ ഷീറ്റ്. ഇത് ലേറ്റസ്റ്റ് ഇയർ ആണ്, 2023 ചോദിച്ച ചോദ്യമാണ്. എ ഹോൾ ഈസ് ഡ്രില്ലഡ് ഇൻ എ മെറ്റൽ ഷീറ്റ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. The diameter of the hole is 5 cm. When the sheet is heated to 177 degrees Celsius,
The change in diameter of the hole is d into 10 to the power minus 3. The value of the d if the coefficient of linear expansion is. അപ്പോൾ ഡയമീറ്റർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to find the delta L equal to L into alpha delta T. So this is equal to delta L. L എത്രയാണ് ഇനീഷ്യലി ഹോളിൻ്റെത് 5 ആണ്. സോ 5 ഇൻറ്റു ആൽഫ എത്രയാണ് 1.6 ഇൻറ്റു 10 to the power minus 5 ആണ് ഇൻറ്റു ഡെൽറ്റ ടി 177 നിന്ന് 177 മൈനസ് 27 വരും ഈക്വൽ ടു 5 ഇൻറ്റു ഇതിനെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 16നെ ഞാൻ നേരെ തിരിച്ചിട്ട് എഴുതാണ് 16 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാണ്. സോ 16 ഡിവൈഡ് ബൈ 10 എന്ന് വെച്ചാൽ 16 ഡിവൈഡ് ബൈ 2 എന്ന് വരും. സോ 16 ഡിവൈഡ് ബൈ 2 എത്രയാണ് 8 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. 8 ഇൻറ്റു 10 to the power minus 5 ഇൻറ്റു 150 വരും അല്ലേ. സോ 150നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു എത്ര വരിക 150 ഇൻറ്റു ഇവിടെ 8 ആണ് വരിക. സോ ദാറ്റ്സ് ഈക്വൽ ടു 12 ഇൻറ്റു 10 to the power minus 3 എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ വി ഹാവ് ദ വാല്യൂ ഓഫ് ദ ഡി വിൽ ബി ഈക്വൽ ടു 12. ലാസ്റ്റ് ഇയറിൽ ചോദിച്ച ചോദ്യമാണ്, 2023 JEEയിൽ ചോദിച്ച ചോദ്യമാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, എ ഫോൾ തെർമോമീറ്റർ റീഡ് 5 degrees Celsius in melting of the ice and 95 degrees Celsius in the steam. The correct temperature on absolute scale will be. അപ്പോൾ ഇവിടെ കറക്റ്റ് ടെമ്പറേച്ചർ ആണ് നമ്മളോട് ചോദിച്ചത്. കറക്റ്റ് ടെമ്പറേച്ചർ ഇൻ ദ സ്കെയിൽ വിൽ ബി ഈക്വൽ ടു ഡാഷ് കെൽവിൻ വെൻ ദ ഫോൾ തെർമോമീറ്റർ റീഡ്സ് 41 degrees Celsius. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, 5 degree ഇൻ മെൽറ്റിംഗ് ആണ്. സ്റ്റീം പോയിന്റ് എത്രയിലാണ് വരിക? അത് കറക്റ്റിൽ 41 ആണ് വന്നിട്ടുള്ളത്. സോ റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 41 മൈനസ് 5 ഡിവൈഡഡ് ബൈ അപ്പർ എത്ര 95 ആ, ലോവർ എത്ര 5 ആണ്. സോ 95 മൈനസ് 5 ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ C മൈനസ് 0 ഡിവൈഡ് ബൈ 100 മൈനസ് 0. സോ ദിസ് വിൽ ബി ഈക്വൽ ടു C ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 41 മൈനസ് 5 എന്നുണ്ടാകും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? 36 എന്ന് വരും. 36 ഡിവൈഡഡ് ബൈ 95 മൈനസ് 5 ബാക്കി എത്ര ഉണ്ടാകും? 90 ഉണ്ടാകും. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ദിസ് വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു 0 ക്യാൻസൽ ചെയ്തു. 36/9 4 കിട്ടും. 40 degrees Celsius ഉണ്ടാവും. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഇൻ ദ കെൽവിൻ. സോ 40 degrees Celsius ഇസ് ഈക്വൽ ടു എത്ര വരും? 40 പ്ലസ് 273 കെൽവിൻ വരും. 330 കെൽവിൻ വരും. 313 കെൽവിനാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭാഗങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി JEEയുടെ ഏറ്റവും എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഇനി വരുന്ന കുറഞ്ഞ ദിവസം കൂടെ കഴിഞ്ഞാൽ എക്സാം ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫൈനൽ സീരീസുകളും മറ്റു കാര്യങ്ങളൊക്കെ അപ്കമിങ് ആയിട്ടൊക്കെ ഉള്ള ലൈവുകളിലും മറ്റുമൊക്കെ ആയിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം കുറേയധികം ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കൊരു ഏകദേശം ഒരു 1 വീക്കോട് കൂടി എൻറ്റയർ ആയിട്ടുള്ള JEEയുടെ സിലബസുകൾ നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ എനിവേ അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം കുറേയധികം ക്വസ്റ്റ്യൻസ് ഈവനിങ് സീരീസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ബാക്കി കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യനും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. സോ എനിവേ അടിപൊളിയായിട്ട് പഠിക്കുക. എന്തായാലും JEE അടിപൊളിയാക്കുക. നമുക്ക് വീണ്ടും കാണാം അടുത്ത ലൈവിൽ. സോ ഓൾ ദി ബെസ്റ്റ്.